പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. കുമ്പളങ്ങാട് CT ബിജു വധക്കേസിൽ കോടതിയെടുത്ത നിലപാട് സമൂഹത്തിന് ഒരു പാഠമാണെന്ന് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ KD ബാബു പറഞ്ഞു. പ്രതികൾ 8 പേരും ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണം. നിസാര കാര്യങ്ങൾക്ക് ആളുകളെ വെട്ടിക്കൊല്ലുന്നവർക്ക് ഒരു സന്ദേശം കൂടിയാണ് കോടതി വിധിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതായത് ഇന്നിപ്പോ ബഹുമാനപ്പെട്ട കോടതി എല്ലാ പ്രതികളും ജീവപര്യന്തം പ്രവേശിച്ചു. അതുകൂടാണ്ട് 326 IPC വകുപ്പ് പ്രകാരം 10 കൊല്ലം തടവിന് ശേഷം ഓരോ പ്രതികളും ഇതിന് പുറമെ ഓരോ ലക്ഷം രൂപ വീതം ഫൈനാണ്. മൊത്തം ഫൈനടച്ച് സംഖ്യ ആയാൽ അതിന് 2 ലക്ഷം രൂപ ഈ കേസിലെ ഒന്നാം സാക്ഷിക്ക് കൊടുക്കാനായിട്ട് കോടതി നിർദ്ദേശിച്ചു. 5 ലക്ഷം രൂപ ഈ കേസിൽ ബന്ധപ്പെട്ട എനിക്ക് ഈ കേസിനെ സംബന്ധിച്ച് പറയാനുള്ളത്, ഈ നിസാര കാര്യങ്ങൾക്ക് ആളുകളെ വെട്ടിക്കൊലപ്പെടുത്തുന്നതാണ് ഈ ശിക്ഷ ഒരു പാടാണെന്നാണ് എനിക്ക് പറയുന്നത്. കോടതി വളരെ വിശകലനമായി ഒരാളെ പോലും വിടാൻ മുഴുവൻ പ്രതികൾക്കും പരമാവധി ശിക്ഷ കൊടുത്തു. എനിക്ക് തോന്നുന്നത് ഞാൻ സംതൃപ്തനാണ്, ബിജുവിൻ്റെ വീട്ടുകാരും സംതൃപ്തരാവുമെന്ന് ഞാൻ വിചാരിക്കും. കാരണം ഇത് ഇത്തരത്തിലുള്ള വിധി ഇപ്പോൾ അടുത്ത കാലത്ത് കുറവാണ്. കാരണം എല്ലാ പ്രതികളെയും ശിക്ഷിക്കാന്ന് പറഞ്ഞാൽ പിന്നെ കൃത്യം ചെയ്തവരും കൂട്ടുനിന്നവരും അതിന് പ്രേരണ എല്ലാവരെയും ശിക്ഷിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ പറഞ്ഞ പോലെ ജീവപര്യന്തം. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെയാണ്. ശിക്ഷയ്ക്ക് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. പക്ഷെ ഒരു ജീവൻ, ഒരു മനുഷ്യരൊരു ജീവിതം ഉള്ള കാരണം ഫുള്ളായിട്ട് മരണം വരെ ജയിലിൽ കിടക്കും. അപ്പോൾ ഇതൊരു ഇത്തരത്തിലിപ്പോൾ അച്ഛനെ കൊല്ലുക, അമ്മേനെ കൊല്ലുക, ആളുകളെ കൊല്ലുക വളരെ കൂടുതലാണ് ഈ സമയം. അപ്പോൾ ഈ സമയത്ത് കോടതികൾ വളരെ ശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ കണ്ടിട്ടുണ്ട്. ഇത് ഈ സമൂഹത്തിനൊരു സന്ദേശമാണ്, ഒരു പാടാണെന്ന്. പ്രതികൾ 1 ലക്ഷം രൂപ വീതം പിഴ അടയ്ക്കണം. ഇതിൽ നിന്നും 5 ലക്ഷം രൂപ മരണപ്പെട്ട CT ബിജുവിന്റെ കുടുംബത്തിന് നൽകാനും കോടതി വിധിച്ചു. കോടതി നല്ലപോലെ പഠിച്ച ശേഷമാണ് കേസിന്റെ വിധി പറഞ്ഞതെന്ന് അഡ്വക്കേറ്റ് KD ബാബു പറഞ്ഞു. വിധിയിൽ ബിജുവിന്റെ കുടുംബവും താനും സംതൃപ്തനാണെന്ന് അദ്ദേഹം പറഞ്ഞു. കോടതി വിധിക്ക് ശേഷം പുറത്തുവന്ന അഭിഭാഷകൻ KD ബാബുവിനെ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഷാൾ അണിയിച്ച് അഭിനന്ദിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.